നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സ്വന്തം മകനെ ഭയന്ന് ഒരായുഷ്കാലത്തെ സമ്പാദ്യവും അധ്വാനവും കൊണ്ട് കെട്ടിപ്പൊക്കിയ വീട്ടിൽ അടിമകളെ പോലെ കഴിയേണ്ടി വന്ന ഗതികേട്. മകൻ കൊലപ്പെടുത്തുമോ ആക്രമിക്കുമോ എന്നുള്ള ഭീതി ഓരോ നിമിഷവും തള്ളി നീക്കിയത് നരക യാതനയിലൂടെയാണ്. എന്നിട്ടും അയൽവക്കത്തുള്ളവരോടോ ബന്ധുക്കളോടോ പോലും സ്വന്തം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അവർ പങ്കുവച്ചില്ല. സമൂഹത്തിൽ നിലയും വിലയും ഒക്കെയുള്ള കുടുംബമാണ്. ഈ വിവരങ്ങൾ പുറത്തു പോയാൽ മകനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുമോ, അവൻ ജയിലിലാകുമോ എന്നുള്ള ഭീതി. അതിനപ്പുറത്തേക്ക് സമൂഹം ഇതൊക്കെ അറിഞ്ഞാൽ തങ്ങൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം എന്ന് ചിന്തിച്ച അച്ഛനും അമ്മയും. എന്നിട്ട് എന്തായി? സ്വന്തം മകൻ അപ്പനെ കിടന്നുറങ്ങുമ്പോൾ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. വെള്ളറട കിളിയൂരിൽ അച്ഛനെ മകൻ കൊലപ്പെടുത്തിയ കേസിൽ വൻ വഴിത്തിരിവാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തുടക്കത്തിൽ ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവം പുറത്തേക്ക് വരുമ്പോൾ സമൂഹം ഒറ്റ വാക്കിൽ വിധി എഴുതിയത് മകൻ മയക്കുമരുന്നിന് അടിമയായിരിക്കും, വല്ല കള്ളോ കഞ്ചാവോ സിന്തറ്റിക് സാധനങ്ങളോ ഉപയോഗിച്ച് വലിച്ചു കയറ്റിയിട്ട് പിതാവിനെ കൊലപ്പെടുത്തിയതാണെന്ന്. എന്നാൽ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അതായത് പ്രജിൻ എന്ന കാട്ടാളൻ അങ്ങനെ തന്നെ പറയേണ്ടി വരികയാണ്. കാരണം അത്രത്തോളം ക്രൂരതയാണ് ഇയാൾ സ്വന്തം പിതാവിനോട് കാണിച്ചത്. ഈ പ്രജിൻ ബ്ലാക്ക് മാജിക്കിന് അടിമയായിരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അതായത് ദുർമന്ത്രവാദങ്ങൾ ചെയ്യുന്ന ആളായിരുന്നുവെന്ന്. 8 വർഷത്തോളം സ്വന്തം മുറിയിലേക്ക് പോലും മകൻ മാതാപിതാക്കളെ കയറാൻ പോലും അനുവദിക്കുമായിരുന്നില്ല. തൻ്റെ അനുവാദമില്ലാതെ ആരെങ്കിലും ആ മുറിയിലേക്കൊന്ന് കയറിയാൽ അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. മകനെ ഭയന്ന് ആ മുറിയിലേക്ക് ആരും കയറില്ല. എന്നാൽ ഇന്നിപ്പോൾ പ്രജിൻ്റെ ആ മുറി തുറന്ന് പോലീസ് പരിശോധന നടത്തുമ്പോൾ അതിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന, കേരള സമൂഹം ഒന്നടങ്കം വാ പൊളിച്ച് നിന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ദുർമന്ത്രവാദം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സാധനങ്ങളുമൊക്കെയാണ് പ്രജിൻ്റെ മുറിയിൽ ഉണ്ടായിരുന്നത് എന്നാണ് വിവരങ്ങൾ. മാത്രമല്ല പ്രജിൻ്റെ മുറിയിൽ നിന്നും ഓം പോലെ എന്തൊക്കെയോ ശബ്ദങ്ങൾ രാത്രിയിൽ പുറത്തേക്ക് വരുമായിരുന്നുവെന്നും എന്നാൽ അതിനുള്ളിലേക്ക് കയറാൻ തങ്ങൾക്ക് ഭയമായിരുന്നുവെന്നും മാതാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രജിൻ്റെ മാതാവിൽ നിന്നാണ് ഇപ്പോൾ ഈ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വന്നത്. അയലത്തുള്ളവർ പോലും ഇതൊക്കെ കേട്ട് ഞെട്ടിത്തരിക്കുകയാണ്. തങ്ങളുടെ തൊട്ടപ്പുറത്ത് നടന്നത് ഇതൊക്കെയാണോ എന്ന്. പിതാവ് ജോസിനെ മകൻ പ്രജിൻ കൊലപ്പെടുത്തിയത് ബ്ലാക്ക് മാജിക് പ്രേരണയാലാണ് എന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. മകൻ നിഗൂഢ ജീവിതമാണ് നയിച്ചത് എന്നാണ് കൊല്ലപ്പെട്ട ജോസിന്റെ ഭാര്യ സുഷമ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മകന്റെ സ്വഭാവം കാരണം ഭയപ്പാടോടെയാണ് കഴിഞ്ഞിരുന്നതെന്നും അവർ വെളിപ്പെടുത്തുന്നുണ്ട്. ആ അമ്മയുടെ പ്രതികരണത്തിലേക്ക്. അവൻ എത്ര ദേഷ്യപ്പെട്ടാലും മോനെ മോനെ എന്ന് വിളിച്ച് ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കും. ചൈനയിൽ പഠനമെല്ലാം പൂർത്തിയാക്കി ഗ്രാജുവേഷനും കഴിഞ്ഞു. ഒരു കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്തോ സിനിമ ആക്ടറായിട്ടാ അങ്ങനെ എന്തോ എറണാകുളത്ത് അങ്ങനെ ഏതാണ്ട് 1.5 ലക്ഷം രൂപ അപ്പോഴങ്ങനെ കൊടുത്തു. എന്നിട്ട് കോഴ്സ് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അവന് സ്വഭാവം വീണ്ടും ഭയങ്കര മാറ്റം. അതിനുശേഷം ഇവൻ ഈ മോൻ ചർച്ചിൽ വരില്ല, വിളിക്കുമ്പോഴൊന്നും പിന്നെ ഞാനിനി അങ്ങോട്ടില്ല എന്ന് പറയും. അപ്പോഴവൻ എപ്പോഴും ഈ ഓം എന്നൊക്കെ ഉള്ള അശരീരിയായിട്ടുള്ള ഓം എന്തോ ഒരു വൈബ്രേഷൻ പോലെ ഈ ഹിന്ദുവിൻ്റെ എപ്പോഴും അത് ഇവൻ പുറത്തിറങ്ങിയാലും ഇട്ടിട്ട് ഇറങ്ങും. മുകളിൽ നമുക്ക് കയറാൻ പറ്റില്ല, റൂം പൂട്ടിയിട്ടാണ് അകത്ത് നിൽക്കുന്നത്. നമുക്ക് റൂം തുറക്കാനുള്ള അനുവാദമൊന്നുമില്ല. നമ്മളവിടെ അവൻ്റെ പടി ചവിട്ടിയെന്നായ അവൻ ഉടൻ നമ്മളെ പ്രതികരിക്കും. വല്ലാത്ത ഭീഷണിയാണ് നമുക്ക്. മകൻ പുറത്ത് വന്നാൽ എനിക്ക് ഭയം തന്നെ. ഞാൻ എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ഇനി ശ്രമിക്കാനൊട്ടുമില്ല ഞാൻ രക്ഷപ്പെടുത്താനായിട്ട്. അതുകൊണ്ട് അവൻ വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത് ഞാൻ എന്തെങ്കിലും ഈ പറയണത് അവൻ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ മോളെ ഞങ്ങൾ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. പ്രജിന്റെ മുറിയിൽ നിന്ന് ചില മാലകളും അതുപോലെ തന്നെ ഒരു വടിയും കണ്ടെടുത്തിട്ടുണ്ട്. അതായത് ഈ വടിയെന്ന് പറയുമ്പോൾ അതിൽ വാള് പോലെ അപ്പുറത്തു 2 സൈഡിലും വാളുകൾ കെട്ടിവെച്ച് കാണപ്പെട്ട ഒരു വാളാണത്.
അതായത് ബ്ലാക്ക് മാജിക്കിന് ഉപയോഗിക്കുന്ന ഒരു വടി പോലെ കണ്ടു കഴിഞ്ഞാൽ തോന്നും. ഇതുപോലെ നിരവധി സാധനങ്ങളാണ് ഇപ്പോൾ പ്രജിന്റെ മുറിയിൽ നിന്നും പുറത്തെടുത്തിരിക്കുന്നത്. ഇതോടെയാണ് പോലീസും ആ നിഗമനത്തിലേക്ക് എത്തുന്നത്, പ്രജിൻ ബ്ലാക്ക് മാജിക് അതിന്റെ അടിമയായിരുന്നുവെന്ന്. വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോയിരുന്ന കുടുംബത്തിന്റെ താളം തെറ്റിയത് മകൻ കൊച്ചിയിൽ സിനിമാ പഠനത്തിന് പോയി തിരികെ വന്നതിന് ശേഷമാണ് എന്ന് ഈ അമ്മ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ 8 വർഷത്തോളം ഇവർ മകന്റെ ഈ ക്രൂരത സഹിക്കുകയായിരുന്നു. ആരോടും ഒന്നും പറഞ്ഞില്ല. ഇതൊക്കെ പുറത്തറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന നാണക്കേടൊക്കെ അതിനെ ഒന്നും തരണം ചെയ്യാൻ തങ്ങൾക്കാവില്ല എന്ന ചിന്തയായിരുന്നു. എന്നിട്ട് എന്താണ് ഉണ്ടായത്? ആ പിതാവ് അതിദാരുണമായി കൊല്ലപ്പെട്ടില്ലേ? അന്ന് രാത്രിയിൽ ആ വീട്ടിൽ നടന്ന അരുംകൊലയുടെ വിവരങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ മനുഷ്യ മനസാക്ഷി തന്നെ മരവിച്ചു പോകുന്നതായിരുന്നു. അതായത് രാത്രി ഒരു 9:45 കൂടിയാണ് പ്രജിൻ അച്ഛനെ കൊലപ്പെടുത്തുന്നത്. സോഫയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ജോസ്. ഈ സമയത്താണ് മകൻ കഴുത്തിൽ വെട്ടുന്നത്. വെട്ടുകൊണ്ട് ഞെട്ടി എഴുന്നേറ്റ് അലറിക്കരഞ്ഞുകൊണ്ട് ജോസ് പുറത്തേക്ക് ഓടുകയായിരുന്നു. എന്നാൽ പിന്നാലെ ഓടിച്ചെന്ന് മകൻ തലങ്ങും വിലങ്ങും വെട്ടുകയായിരുന്നു. നെഞ്ചിലും കഴുത്തിലുമൊക്കെയായി ആഴത്തിലുള്ള മുറിവുകളാണ് ഉണ്ടായിരുന്നത്. രാത്രി ആയിരുന്നത് കൊണ്ട് തന്നെ സഹായത്തിന് ഈ ഇത്ര വലിയ ഒച്ചപ്പാടും ബഹളവും കേട്ടിട്ടും ആരും ആ വീട്ടിലേക്ക് വന്നില്ല. പിന്നീട് റോഡിലൂടെ പോയ ഒരു ബൈക്കുകാരൻ ബഹളം കേട്ട് തൊട്ടപ്പുറത്തുള്ള ആളെയും കൂട്ടി ചെല്ലുമ്പോഴാണ് ജോസിനെ കെട്ടിപ്പിടിച്ച് അതായത് രക്തം തളം കെട്ടിക്കിടക്കുകയാണ് അവിടെ ജോസിനെയും കെട്ടിപ്പിടിച്ച് ഭാര്യ സുഷമ കിടക്കുന്നതാണ് കാണുന്നത്. അത്രത്തോളം ദാരുണമായിരുന്നു അവിടുത്തെ കാഴ്ചകൾ. സുഷമയുടെ മുൻപിലിട്ടാണ്, അതായത് സ്വന്തം അമ്മയുടെ മുൻപിലിട്ടാണ് പ്രജിൻ ജോസിനെ കൊലപ്പെടുത്തുന്നത്. മകൻ തന്നെ അമ്മയുടെ താലി അറുത്ത കാഴ്ച. ലോകം മുഴുവൻ കേരളത്തെ വാഴ്ത്തുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ്. എന്നാൽ ഇന്നിപ്പോൾ ചെകുത്താൻ്റെ കൈകളിലേക്ക് കേരളം എത്തി എന്ന് വേണം പറയാൻ. മനസ്സ് മരവിക്കുന്ന എത്രയോ കൊലപാതകങ്ങളുടെ വിവരങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. പണ്ട് ഉത്തരേന്ത്യയിൽ ഇത്തരം സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഞെട്ടലായിരുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന്. എന്നാൽ ഇന്നിപ്പോൾ കൺമുൻപിൽ അതൊക്കെ കാണേണ്ടി വരുന്ന ഗതികേട്. ഇത് മാത്രമല്ല, അതിലേറെ കഷ്ടം തോന്നുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇന്നിപ്പോൾ പ്രജിൻ്റെ അമ്മ ഒരു മാധ്യമത്തോട് പ്രതികരിച്ച വീഡിയോ പുറത്തു വന്നിരുന്നു. അതിന് താഴെ ചില കമൻറ്റുകൾ കണ്ടു. ആ കമൻറ്റുകൾ ഇങ്ങനെയാണ്. അതായത് ആ അമ്മ പ്രതികരിച്ചത് ആ മുറിയിൽ നിന്നും ഓം പോലെ എന്തോ ഒരു ശബ്ദം പുറത്തേക്ക് കേട്ടു എന്നാണ്. അല്ലാതെ അവരത് തറപ്പിച്ച് പറഞ്ഞില്ല. അങ്ങനെ എന്തോ ഒരു ശബ്ദം ഇടയ്ക്കിടെ കേൾക്കാമായിരുന്നു എന്നാണ് പറയുന്നത്. ഉടനെ തന്നെ മതഭ്രാന്ത് ഇളകിയ കുറെ ആൾക്കാർക്ക് അങ്ങ് കുരുപൊട്ടി. അവനും അവൻ്റെ കുടുംബവും ക്രിസ്ത്യാനികളാണ്. പിന്നെ എങ്ങനെയാണ് ഓം എന്ന ശബ്ദം അവിടെ നിന്നും കേൾക്കുന്നത്? അതും ഹിന്ദുക്കളുടെ തലയിൽ കൊണ്ടിട്ടോളൂ എന്ന്. അപ്പോഴും ഒരു മനുഷ്യൻ അതിദാരുണമായി കൊല്ലപ്പെട്ടതല്ല ഇവരുടെ പ്രശ്നം. അവിടെയും മതം തിരികെ കയറ്റി സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുകയാണ്. ഇതുമാത്രമല്ല, തൻ്റെ ഭർത്താവ് കൊല്ലപ്പെട്ടതിനെക്കുറിച്ചും മകൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ആ അമ്മ നെഞ്ചുപൊട്ടി സംസാരിക്കുമ്പോഴും ആ അമ്മയെ മോശക്കാരിയാക്കിക്കൊണ്ട് സംസാരിക്കുകയാണ് ചില ആൾക്കാർ വന്ന് കമൻ്റ് ഇട്ടിരിക്കുന്നത്. നീ കേട്ടോ ഓം എന്ന ശബ്ദം അവിടെ നിന്ന് വരുന്നത് എന്നൊക്കെ. എന്ത് മനുഷ്യരാണ് നിങ്ങളെന്ന് ചോദിച്ചു പോകുകയാണ്. ഇത്തരത്തിലുള്ള കമൻ്റ് ഇടുന്നവരും ഈ സ്വന്തം പിതാവിനെ കൊന്ന പ്രജിനും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? നിങ്ങളൊക്കെ മനുഷ്യരാണോ? ഒരു സഹജീവിയുടെ കണ്ണുനീര് കാണുമ്പോൾ അതിൽ സങ്കടം തോന്നാത്ത, ഒരല്പം പോലും കരളലിയാത്ത നിങ്ങൾ എന്ത് തരം മനുഷ്യരാണ്? പ്രജിൻ്റെ മുറിക്കുള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിഞ്ഞില്ല. ബ്ലാക്ക് മാജിക് ആണെന്നത് ഇപ്പോഴാണ് അറിഞ്ഞത്. മകൻ ജയിലിൽ നിന്നും പുറത്തു വന്നാൽ തന്നെയും കൊല്ലുമെന്ന് ആ അമ്മ ഇപ്പോൾ ഭയപ്പെടുന്നുണ്ട്. പ്രജിൻ ചൈനയിലാണ് പഠിച്ചിരുന്നത്. അവിടെ നിന്നും പഠനം മതിയാക്കി തിരികെ വരികയും പിന്നീടാണ് കൊച്ചിയിലേക്ക് സിനിമാ പഠനത്തിനൊക്കെ പോകുന്നത്. ഇതിനുശേഷം തിരികെ വരുന്നതോടെയാണ് പ്രജിൻ്റെ സ്വഭാവത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. പ്രജിൻ അയൽവക്കത്തുള്ളവരോട് സംസാരിക്കുകയോ അങ്ങനെ മുറിയിൽ നിന്ന് അധികം പുറത്തിറങ്ങുകയോ ഒന്നും ചെയ്യുമായിരുന്നില്ല. ആരുമായും ഒരു സഹകരണവും ഇല്ലാത്ത ആളായിരുന്നു പ്രജിൻ. അതായത് കൊച്ചിയിൽ പോയി തിരികെ വന്നതിന് ശേഷം കൊച്ചിയിൽ വെച്ച് അവൻ എന്തോ സംഭവിച്ചിരിക്കാം എന്നാണ് ഈ മാതാവ് പറയുന്നത്. ഇത് മാത്രമല്ല, സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തിയതിന് ശേഷം നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങിയ പ്രജിൻ പോലീസുകാരോട് ചോദിച്ചത്, നിങ്ങൾ പെട്ടെന്ന് പോയി എൻ്റെ വീട്ടിൽ നോക്കൂ, അവൻ ചത്തോ എന്ന് നോക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തിയിട്ട് ഒരു മനസ്സാക്ഷി കുത്തുമില്ല, ഒരു ദയയും തോന്നാത്ത ഒരു ചെറുപ്പക്കാരൻ. സമൂഹത്തിൽ ഇത്തരത്തിലുള്ള മനുഷ്യരെ കാണുമ്പോൾ ഭയമാണ് തോന്നുന്നത്. ഇതിൻ്റെ മറ്റൊരു വേർഷനായിരുന്നു തിരുവനന്തപുരത്ത് നന്തൻകോട് നടന്നത്, കേടലിൻ്റെ. അത് കേരളം ഒരിക്കലും മറക്കില്ല. കുടുംബത്തിലെ മുഴുവൻ പേരെയും കൊന്ന് വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി കുറച്ച് ഭാഗങ്ങളെടുത്ത് കത്തിച്ചു കളയാൻ നോക്കിയ കേടൽ. അമ്മയെയും അച്ഛനെയും സഹോദരിയെയും മറ്റൊരു ബന്ധുവിനെയുമാണ് കൊലപ്പെടുത്തിയത്. കേടലും ബ്ലാക്ക് മാജിക്കിന് അടിമയായിരുന്നു. അയാളുടെ മുറിയിൽ നിന്ന് അതിൻ്റെ എല്ലാ തെളിവുകളും പോലീസിന് ലഭിച്ചിരുന്നു. ഇപ്പോൾ പ്രജിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ബ്ലാക്ക് മാജിക്കാണ് ഇതിന് പിന്നിൽ എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയാണ്. കേരളം വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.